വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. സ്നേഹമുള്ളവർ, നമുക്കറിയാം സ്ലീവാക്കാലം യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് ശിഷ്യന്മാർ പ്രസംഗിക്കാനായിട്ട് പ്രത്യേകം ഐക്യപ്പെട്ട ഒരു കാലഘട്ടമാണ് സ്ലീവാക്കാലം. പൗലോസ് ശ്ലീഹ കൊരിന്ത്യസിൽ എഴുതിയ സഭയ്ക്ക് രണ്ടാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം ഇവിടെ പറയാണ്: ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഹല്ലേലൂയ. പൗലോസിലെ പ്രകാരം ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. സ്ഥാനപതികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും? അംബാസഡേഴ്സ്. ദൈവത്തിൻ്റെ വചനം പറയാനായിട്ട്, ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവം പറഞ്ഞ സുവിശേഷം, ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിത്യജീവനെക്കുറിച്ച് പറയാനായിട്ട് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവർ, ദൗത്യമേറ്റെടുക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികളായ ഓരോരുത്തരും, നാം ഓരോരുത്തരും. അതുകൊണ്ട് സഭയെക്കുറിച്ച് പറയുമ്പോൾ സഭ പ്രേക്ഷിതയാണെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ബന്ധനസ്ഥനായ സ്ഥാനപതിയാണ് എന്ന് പറഞ്ഞാൽ, ഒരു അംബാസിഡർ ഏതൊരു രാജ്യത്ത് ചെല്ലുന്നോ, ഏത് രാജ്യത്തിന് വേണ്ടിയാണോ അവൻ ചെന്നത്, ആ രാജ്യത്തിന് വേണ്ടി ദൗത്യം പൂർത്തിയാക്കാൻ, പദ്ധതി പൂർത്തിയാക്കാനായിട്ട് പ്രത്യേകം വിളിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ കൊളോസ്സർക്കെഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, 3 തൊട്ടുള്ള വാക്യത്തിൽ: ദൈവവചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങൾ പ്രഖ്യാപിക്കാനും നിങ്ങൾ ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കുക. വീണ്ടും പറയാണ്, ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനസ്ഥനായത്. ഹല്ലേലൂയ. അപ്പം സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ദൗത്യം കിട്ടിയിരിക്കുന്നത്, ബന്ധസ്ഥനായിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാനപതിയായിരിക്കുന്നതിൻ്റെ കാര്യം പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം, രാജ്യത്തിൻ്റെ സുവിശേഷം, നിത്യരക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കപ്പെടുവാനായിട്ട് നമ്മൾ ബാധ്യതയും കടമയുള്ളവരാണ്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ സിസ്റ്റർ എന്നോട് കാര്യം പറഞ്ഞു, അച്ഛാ തൈറോയ്ഡ് സംബന്ധമായ രോഗമുണ്ട്, അതിനച്ഛൻ പ്രാർത്ഥിക്കണം. തൈറോയ്ഡ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ശരീരത്തിൽ വണ്ണം വയ്ക്കും, അല്ലേ? ശരീരത്തിൽ പല രോഗങ്ങളും പല വേദനകളും. നമ്മൾ ഇന്നേ വരെ തൈറോയ്ഡ് സംബന്ധമായ രോഗത്തിന് വചനം പറഞ്ഞ് ബന്ധിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. നമുക്കങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. എന്നാൽ ഇന്ന് ഞാൻ വന്ന് സുവിശേഷം പ്രസംഗിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഒരു സാക്ഷ്യം വന്നു. സാക്ഷ്യം ആലത്തൂർ ഭാഗത്തുനിന്നാണ്. ആലത്തൂർ കുഴൽമന്ദം ഭാഗത്തുനിന്ന് ഒരു സഹോദരി സാക്ഷ്യം പറയാൻ വന്നിരിക്കുക. അവരുടെ ഭർത്താവിന് 7 വർഷമായിട്ട് തൈറോയ്ഡ് സംബന്ധമായ രോഗമുണ്ടായി. എരുമിയർ കൂട്ടാല എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. പേര് ലക്ഷ്മി എന്നാണ്. എൻ്റെ ഭർത്താവിന് 7 വർഷമായി തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കുറേ കാലമായി ഒരാളുടെ വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ആളാണ്. അയാൾ മുടക്കിയായപ്പോൾ 4 മക്കളെ പഠിപ്പും കാര്യങ്ങളും വല്ലാത്ത അവസ്ഥയായിരുന്നു. ഞാൻ അയാളെയും കൊണ്ട് പേച്ചി എടുക്കുമ്പോൾ എടുത്തിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ പറഞ്ഞു തൈറോയ്ഡാണ്. മരുന്ന് വാങ്ങിക്കാൻ 2000 രൂപ ആഴ്ചയിൽ വേണം. എന്നിരുന്നാലും ഞാൻ കൈവിട്ടില്ല. ആ സമയത്ത് വേറൊരു ചേച്ചി, എൻ്റെ കൂട്ടുകാരി പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരു വഴിയില്ല, മക്കളെ പഠിപ്പിക്കാനും വഴിയില്ല, അസുഖം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നീ അപ്പോൾ ഇങ്ങോട്ട് പോരു പറഞ്ഞു. ഇവിടെ വന്ന് ഏട്ടൻ വരില്ല എന്ന് പറഞ്ഞു. ഏട്ടന് ഞാൻ എങ്ങനെയൊക്കെ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു എവിടേക്കാണ് ചോദിച്ചു. അപ്പോൾ ആ കൂട്ടുകാരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഇങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്ക് തീരെ വയ്യാതെ പുറത്ത് പോവുകയും ഇരിക്കുകയും ചെയ്തു. അച്ഛൻ തലയിൽ തൊട്ട ശേഷം ആളുടെ അസുഖം മാറുകയും ഇവിടുത്തെ വെഞ്ചരിച്ച വെള്ളം കുടിക്കുകയും ചെയ്തു. അതിന് ശേഷം
എനിക്ക് ഇരിക്കാൻ ഒരു ഭവനം ഉണ്ടായിരുന്നില്ല. ഫൈനാൻസിന് പണം എടുത്തിട്ട് ലോൺ എടുത്തിട്ട് വാടകയ്ക്ക് പോയി ഇരിക്കാൻ ഇന്നേ വരെ സാധിച്ചില്ല. ഇവിടുന്ന് പോയ ശേഷം 2000 രൂപ കൊടുത്തൊരു വാടക വീട് കിട്ടുകയും അതിനുശേഷം ഇരുന്ന ആ വീട് എനിക്ക് പഞ്ചായത്തിൽ നിന്നും ആനുകൂല്യം ലഭിക്കാനുള്ള ഇട വരികയും ചെയ്തു. അതിൻ്റെ ഒരു ഓട്ടത്തിലായിരുന്നു. കർത്താവിനോട് എങ്ങനെ നന്ദി പറയുന്നറിയില്ല. തൈറോയ്ഡ് എന്ന രോഗം കർത്താവ് കൊടുത്തത് ദൈവത്തെ അറിയാൻ വേണ്ടിയാണ്. 2000 രൂപ എടുത്തോളം ഒരു മാസം വേണം. അതിനുശേഷം എനിക്കൊരു അസുഖം 3 മുഴയുണ്ടായിരുന്നു കയ്യിൽ. ഞാൻ ആരോടും പറഞ്ഞില്ല. മക്കളെ ഒരുപാട് ചികിത്സിച്ചപ്പോൾ എൻ്റെ അസുഖത്തെക്കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ 2 മുഴ വന്നപ്പോൾ അത് അലർജി കംപ്ലൈൻ്റ് ആയിരിക്കും പറഞ്ഞു. 3ാമത്തെ എൻ്റെ വലത് കൈയിലേക്ക് ഒരു മുഴ വന്നു. ആ സമയത്ത് എനിക്ക് തീരെ അസുഖമായപ്പോൾ ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ അവർ വന്നത് എടുത്ത് കളയണം, ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞു. ഇപ്രാവശ്യം മഴ പെയ്തപ്പോൾ ചാക്ക് തലയിലിട്ടിട്ടായിരുന്നു ഞാൻ കിടന്നത്. അവസ്ഥയായിരിക്കുമ്പോൾ ഈ കൈ ഓപ്പറേഷൻ ചെയ്ത ഞാൻ എൻ്റെ മക്കളെ എന്ത് ചെയ്യുന്നുള്ള അവസ്ഥയായപ്പോൾ ഞാൻ അവളെ കൊണ്ട് പറഞ്ഞു, ചേച്ചി എന്താ ചെയ്യുക, നീ മനസ്സൊരുക്കി കിടന്ന് പ്രാർത്ഥിക്കുക പറഞ്ഞു. അന്നേരം ഒന്നുമില്ലാത്തൊരു ഉറക്കം വന്നു. ആ ഉറക്കത്തോടെ ആ മുഴ എനിക്ക് കാണാതെയായി. നേരം വെളുത്ത് നോക്കിയപ്പോൾ കയ്യിൽ വേദനയോ ആ മുഴ ഉണ്ടായിരുന്നില്ല. ചേച്ചി പറഞ്ഞ ഒന്നുമല്ലാത്ത വിധത്തിലൊരു ഉറക്കം വന്നു. അബോധാവസ്ഥയിലേക്ക് പോയി. ഈശോ തൊട്ടു, ആ മുഴ 3ഉം എടുത്തു മാറ്റി. അല്ലേ? കാരണം അവർക്ക് നോക്കാൻ ആളില്ല. കാരണം ഒരു തൈറോയ്ഡ് സംബന്ധമായ രോഗം വന്നു. അപ്പോൾ വചനം കേട്ടു. വചനം കേട്ടപ്പോൾ എന്തുണ്ടായി? സാമ്പത്തിക മേഖലകളെ കർത്താവ് തുറന്നു കൊടുത്തു. അല്ലേലിയ? വചനം കേട്ടപ്പോൾ 7 വർഷമായിട്ടുള്ള ആ തൈറോയ്ഡ് സംബന്ധമായ രോഗം മാറ്റിയെന്ന് മാത്രമല്ല, അവർ 2000 രൂപയ്ക്ക് വാടകയ്ക്കൊരു വീടെടുത്തു. ആ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വീട് മേടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ആ വീട് വാങ്ങാനുള്ള കൃപ കൊടുത്തു. അല്ലേലിയ? മക്കളെ പഠിപ്പിക്കാൻ പറ്റി. പിന്നീടാണ് രോഗം വരുന്നത്. ആ രോഗം വന്നപ്പോഴും ആ ചേച്ചി സങ്കടപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് മല 3 മുഴകളും കർത്താവ് എടുത്ത് മാറ്റി. അല്ലേലിയ? അതുകൊണ്ട് അവർ വലിയ സന്തോഷത്തോടു കൂടി പറയാൻ വന്ന ദിവസത്തിലാണ് ഈ തൈറോയ്ഡിന് സംബന്ധമായ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം പ്രത്യേക ഒരു വെളിപ്പെടുത്തലുകൾ നൽകും. അല്ലേലിയ? ഇങ്ങനെയുള്ള സാക്ഷ്യം വരുമെന്ന് നമുക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. പക്ഷേ സാക്ഷ്യം നമ്മൾ കൊണ്ടുവന്നതിൻ്റെ കാരണം കുറേയുടെ ഉൾക്കാഴ്ച നൽകാൻ വേണ്ടി. ഇവിടെ ഒരു കൊച്ച് ഹൈപ്പർ ആക്ടിവിറ്റിക്ക് അടിമപ്പെട്ടൊരു കൊച്ചിനെ കൊണ്ടുവന്നു. കൊച്ചിനെ കൊണ്ടുവന്നിട്ട് അത് എൻ്റെ മുറിയിൽ നിർത്താൻ പറ്റത്തില്ല, അത് ഓടി നടക്കുക. ഹൈപ്പർ ആക്ടിവിറ്റി വന്നാൽ അപ്പോൾ നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ കൊച്ചിൻ്റെ ആ അമ്മയുടെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് ആ കൊച്ചിൻ്റെ ആ ഹൈപ്പർ ആക്ടിവിറ്റി സംബന്ധമായ രോഗം കർത്താവ് എടുത്തു. അപ്പം പിന്നീട് നമ്മളെല്ലാം എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ ഹൈപ്പർ ആക്ടിവിറ്റി സംബന്ധമായി രോഗം നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞ് ബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് ആ സൗഖ്യം നൽകി. അല്ലേലിയ? അപ്പൊ കർത്താവ് ഓരോ കാര്യങ്ങളും നമ്മൾ കാണിച്ചു തരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സുവിശേഷം പ്രസംഗിക്കാനായിട്ട്, സുവിശേഷം കൊടുക്കുവാനായിട്ട്, സുവിശേഷം പ്രചരിപ്പിക്കാനായിട്ട് ബന്ധനസ്ഥനായ കാര്യപതിയാണ്, സ്ഥാനപതിയാണ്. അതിൽ നിന്ന് ഒരു ക്രിസ്ത്യാനിക്കും ഒഴിവഴിയില്ല, ഒരു വൈദ്യനും ഒഴിവഴിയില്ല, ഒരു സിസ്റ്ററിനും ഒഴിവഴിയില്ല, ഒരു ആത്മാവിനും അതിൽ നിന്നും ഒഴിവഴിയില്ല. കാരണം സ്വീകരിച്ച ക്രിസ്തുവിനെ, സ്വന്തമാക്കിയ ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരും കടമയുള്ള. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു വലിയ സമ്മാനമാണ് എന്തെന്ന് വെച്ചാൽ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 36-ാമത്തെ തിരുലിഖിതത്തിലും, ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 30-ാമത്തെ തിരുവചനത്തിലും, മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 29-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയാണ്: ദൈവരാജ്യത്തിന് വേണ്ടി പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും അനേകം മടങ്ങ് എവിടെ വെച്ച് ലഭിക്കും? ഇക്കാലത്ത് തന്നെ ലഭിക്കും. ഇക്കാലത്ത് തന്നെ അവന് അനേകം മടങ്ങ് ലഭിക്കും. അല്ലെങ്കിൽ മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയാം, ഇവിടെ വച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല.
ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാപിതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവൻ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ, ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നവര് ദൈവം നൽകുന്ന കാര്യമാണ് 100 ഇരട്ടി അവന് ലഭിക്കാതിരിക്കില്ല. 100 ഇരട്ടി അവന് കർത്താവ് അവന് കൊടുത്തിരിക്കും. 100 ഇരട്ടി കർത്താവ് അവന് കൊടുക്കുമെന്ന് ദൈവമായ കർത്താവ് അവന് വാഗ്ദാനം ചെയ്യാം. മാത്രമല്ല വീണ്ടും പറയുന്നത്, അവന് സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ അവന് കൊടുക്കും. ഈ ചാപ്റ്റർ തുടങ്ങുന്ന 17-ാമത്തെ വാക്യത്തിൽ പ്രകാരമാണെന്ന് 10:17 യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ എന്ന് പറയുന്ന സ്വർഗരാജ്യം. അതുകൊണ്ടാണ് ഈശോ നിത്യജീവനെ കുറിച്ച് പ്രസംഗിക്കുന്നത്, സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്, രാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്, പ്രകാശത്തെക്കുറിച്ച് ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 30-ാമത്തെ തിരുവചനത്തിൽ അനേകം മടങ്ങ് അവന് ലഭിക്കാതിരിക്കില്ല. അനേകം മടങ്ങ് അവന് ലഭിക്കാതിരിക്കുക. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വാഗ്ദാനങ്ങൾ ലഭിക്കാതിരിക്കില്ലെന്ന് ദൈവം അവനോട് പറയാം. 30 മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 29-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം അവിടെ വായിക്കുകയാണ് ചെയ്യുന്നത്, എൻ്റെ നാമത്തെ പ്രതി, ക്രിസ്തുവിൻ്റെ നാമത്തെ, ദൈവനാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിച്ച ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും. ഹല്ലേലൂയ. 100 ഇരട്ടി അവന് ലഭിക്കും. ഹല്ലേലൂയ. 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ, ഈ ലോകത്തിൽ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കുമെന്ന് മാത്രമല്ല, അവന് ദൈവരാജ്യം, സ്വർഗരാജ്യം, നിത്യജീവൻ അല്ലെങ്കിൽ രാജ്യത്ത് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ, വചനം കൊടുക്കുക. വചനം കൊടുക്കുക. വചനം കൊടുക്കുക. കാരണം ഇപ്പോൾ ആ സ്ത്രീ തൈറോയ്ഡ് സംബന്ധമായ രോഗമാണ്, അയാളെ കൊണ്ടുപോയി പൈസ ഉള്ളതാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പക്ഷേ അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടും അവർക്ക് ഇത് സുഖപ്പെടാൻ ആഗ്രഹമുള്ളതുകൊണ്ടും ആസ്പത്രിയിൽ പോയ മാറാത്തൊരു രോഗമായതുകൊണ്ടും, തൈറോയ്ഡ് സംബന്ധമായ രോഗം മാറാത്തതായതുകൊണ്ട് അവർ വരുന്നത് ദൈവരാജ്യം അന്വേഷിച്ച് വരാം. ദൈവരാജ്യത്തിന് വേണ്ടിയല്ല വരുന്നത്, പക്ഷെ സൗഖ്യത്തിന് വേണ്ടി വരുന്നവർ ദൈവരാജ്യത്തിൽ എത്തിച്ചേരും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കപ്പെടണം. ഹല്ലേലൂയ. ദൈവരാജ്യം പ്രസംഗിക്കപ്പെടണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ശരീരം യേശുവിൻ്റെ ശരീരമായിട്ട് മാറുക. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ഈശോ അവരുടെ അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തിട്ട് വരുന്ന അവരുടെ ശരീരം വിശുദ്ധീകരിച്ചെന്ന്. കാരണം അവർ ശക്തി പ്രാപിക്കും. അതിന് ഇപ്രകാരം പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 26-ാമത്തെ തിരുലിഖിതത്തിൽ പ്രകാരം പറയാണ്, മനുഷ്യന് ഇത് അസാധ്യമാണ്. മനുഷ്യർക്ക് എല്ലാം അസാധ്യങ്ങളാണ്. മനുഷ്യർക്ക് എന്താ സാധ്യമായിട്ടുള്ളത്? മനുഷ്യർക്ക് അസാധ്യമായിട്ട് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. എന്നാൽ ഇപ്രകാരം പറയാം, മനുഷ്യന് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിനെല്ലാം സാധ്യമാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമായതുകൊണ്ടാണ് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടും. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടും. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. ഹല്ലേലൂയ. പ്രകാരം വരെ ഒരു കടുകുമണിയോളത്തോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. ഒരു മലയോട് വിശ്വാസം കൈമുതലാക്കിയിട്ട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും. അതുകൊണ്ട് ഈശോ പറയാം, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരാൾ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങുമ്പോൾ
അവൻ്റെ ജീവിതത്തിൽ അസാധ്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഹല്ലേലൂയ. അസാധ്യമായിട്ട്. അതുകൊണ്ട് നമ്മൾ 10 ആൾക്കോ 15 ആൾക്കോ ഈശോയുടെ വചനം കൊടുക്കും. ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം ഇവിടെ സുഖമില്ലാതെ കിടന്നു. സ്ത്രീ ഇവിടെ ആശുപത്രികളിലൊക്കെ വിളിച്ചു ചോദിച്ചു, ഹൃദയ സംബന്ധമായ രോഗമാണ്. അപ്പോൾ ഡോക്ടർമാർ ഹോസ്പിറ്റൽ 2 ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ഉപേക്ഷിച്ചു. 3ാമത്തെ ഹോസ്പിറ്റലിൽ വിളിച്ചു. അവിടെ ചെന്ന് അതുമേ ശുശ്രൂഷ ചെയ്തു. തിരിച്ചു പോന്നു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാർക്ക് വിളിക്കുമ്പോൾ 60 ആളെ കാണുള്ളൂ. അതുകൊണ്ട് 3-4 ദിവസം ഈ സ്ത്രീ ഈ ഡോക്ടറെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയാലും കിട്ടിയില്ല. അവസാനം ഈ സ്ത്രീ പറഞ്ഞു, എന്നാൽ ഒരു അപ്പോയിൻമെൻറ്റും വേണ്ടാത്തൊരു ഡോക്ടർ ഒരു സ്ഥലത്തിരിപ്പുണ്ട്, ഒരു അപ്പോയിൻമെൻറ്റും വേണ്ടാത്തൊരു ഡോക്ടർ ഒരു സ്ഥലത്തിരിപ്പുണ്ട്. അങ്ങോട്ട് പോകാനായിട്ട് ഈ സ്ത്രീ ആഗ്രഹിച്ചിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു സീറ്റ് കൊടുക്കുക, ഒരു ടോക്കൺ കൊടുക്കുകയാണ്. അപ്പോൾ സ്ത്രീ പറഞ്ഞു, ഏതായാലും ഞാൻ ആ വലിയ വൈദ്യനെ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുക, അതുകൊണ്ട് എനിക്കിഞ്ഞും ഈ ഡോക്ടറെ കാണണ്ട. അല്ലേ വചനപ്രകാരം മനുഷ്യരിൽ ആശ്രയിക്കുന്നവരുണ്ട്, രഥങ്ങളിൽ ആശ്രയിക്കുന്നവരുണ്ട്, രാജാക്കന്മാരിൽ ആശ്രയിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ രക്ഷപ്രാപിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ രക്ഷപ്രാപിക്കും. അപ്പോൾ മൂത്ത കൊച്ച് ഈ സീറ്റ് കിട്ടിയപ്പോൾ കൊച്ചിന് ഇവളെ അമ്മയെ കൊണ്ടാന്നൊക്കെ പറഞ്ഞു. 2 പെൺകുട്ടികളാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കത് ഇനി പോകേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റാത്ത വിധത്തിലാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പോരുമ്പോൾ മക്കൾ പറഞ്ഞു, മരുന്നൊക്കെ കയ്യിലെടുത്തോ, 4-5 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നുള്ളൂ, അതുകൊണ്ട് മരുന്നൊക്കെ കയ്യിലെടുത്തോ. ഇനി അവിടെ ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ, അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാൽ അത് മരുന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. അല്ലേ സ്ത്രീ വല്ല കഷ്ടപ്പെട്ടാണ് ഇവിടെ വരുന്നത്, വല്ല ക്ഷീണിച്ചാണ് വരുന്നത്. ശരീരം മുഴുവനും വേദനയാണ്, ശരീരം മുഴുവൻ നൊമ്പരമാണ്. അവരിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധ കുർബാനയുടെ സമയത്തേക്കും ശക്തമായിട്ടുള്ള വേദന, ശക്തമായിട്ടുള്ള ബുദ്ധിമുട്ട്. ഈ സ്ത്രീ തൈറോയ്ഡ് സംബന്ധമായ രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഇരുന്ന് കേൾക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻറ്റ് നോക്കിയിട്ട് കിട്ടാതിരുന്ന സ്ത്രീ ഇവിടെ വന്ന് ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്ത്രീ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നെടുവീർപ്പിടുക പ്രകാരമാണ്, ദൈവമേ ഈ സ്ത്രീയുടെ ജീവിതത്തിലെ പോലെ തന്നെയാണല്ലോ എൻ്റെയും അവസ്ഥകൾ. ഹല്ലേലൂയ. കാരണം ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പൈസയില്ല. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെൻറ്റ് വന്നാൽ ധാരാളം പൈസ കൊണ്ട് ചെല്ലും. ഹല്ലേലൂയ. പണം ധാരാളം വേണം. അതുകൊണ്ട് ഈ പാവപ്പെട്ടവർക്ക് ഈ പണമെടുത്ത് ചികിത്സ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരിങ്ങനെ നെടുവീർപ്പിടുന്നത് എന്താണ്? ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്, നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്തായിരിക്കും? നെടുവീർപ്പിടുക. ഈ സ്ത്രീ ഒരു നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ സഹായിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ സഹായിക്കാൻ വേണ്ടി ആത്മാവ് ചെയ്യുന്നൊരു കാര്യമാണ് നെടുവീർപ്പിടുക. നെടുവീർപ്പിട്ട് ഈ സ്ത്രീ ഇങ്ങനെ കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ഇതേ അവസ്ഥയാണല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ മൂത്ത കൊച്ച് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കില്ല, ഇളയ കൊച്ച് പ്രാർത്ഥിക്കും. മൂത്ത കൊച്ചിന് ഇങ്ങനെ പ്രാർത്ഥനയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അവൾക്കൊന്നും ഇത് ഏശില്ല. അപ്പോൾ ഈ ഹൃദയ സംബന്ധമായ രോഗം വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ മരിച്ചോണം കിടക്കുന്ന സമയത്ത് ഈ റിലേറ്റീവ്സിൻ്റെ വീട്ടിലെല്ലാം വിളിച്ചറിയിച്ചു. ഏതായാലും അമ്മച്ചി എഴുന്നേൽക്കുന്നില്ല, ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ മൂത്ത കൊച്ചിന് ഒരു മാനസാന്തരം സംഭവിച്ചു. ഹല്ലേലൂയ. മൂത്ത കൊച്ചിന് 2 കുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പം മൂത്ത കൊച്ച് പെട്ടെന്ന് അനിയത്തിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ അമ്മേനെ കൂട്ടി ഉടൻ തന്നെ ആസ്പത്രിയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, ഇത് ആകെ അവശതയാണ്, രക്ഷ കിട്ടുമെന്ന് പേടിയാണ്. അപ്പോൾ അങ്കിൾമാരുടെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു, എന്തായാലും മൂത്ത കൊച്ചും ഇളയ കൊച്ചും ഈ ചേച്ചിയും കൂടി ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ പ്രാർത്ഥിക്കാൻ വരാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച പ്രാർത്ഥിക്കാൻ വന്ന് അപ്പോൾ 2 പെങ്കൊച്ചങ്ങളും കൈകൂപ്പി നിൽക്കുക. അങ്ങനെയൊന്നും പ്രാർത്ഥിക്കുന്ന മൂത്ത കൊച്ച് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കുന്നതല്ല, കൈകൂപ്പി. ഞാൻ ഈ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്ത്രീയോട് കർത്താവ് എനിക്ക് കിട്ടിയ പ്രേരണ ഞാൻ ചോദിക്കുക, ചേച്ചിയുടെ അസുഖം ഒരു അസുഖമല്ല, ചേച്ചിയുടെ ഈ നെടുവീർപ്പുകളും ഈ വേദനകളും എന്താണെന്ന് വെച്ചാൽ മക്കളെക്കുറിച്ചുള്ള ആദിയാണ്, മക്കളെക്കുറിച്ചുള്ള ഒരു ഭയമാണ്, മക്കളെക്കുറിച്ചുള്ള പേടിയാണ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ഞാൻ വീണ്ടും പറയാണ്, അടയാളം എടുത്ത് ചോദിക്കുകയാണ്, ഈ നിൽക്കുന്ന മക്കളിൽ ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് ഭയവും പേടിയുള്ളത് മൂത്ത കൊച്ചിനെ കുറിച്ചാണെന്ന് പരിശുദ്ധാത്മാവ് അടയാള സഹിതം നൽകുന്നു. ശരീരത്തിലുള്ള രോഗങ്ങൾ കറക്റ്റാണെന്ന് പറയുന്നു. ഉടൻ തന്നെ ഈ ചേച്ചി കരയാൻ തുടങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്ക് മക്കളെ കുറിച്ച് ആദ്യം ആകുലതയും ഉത്കണ്ഠയും ഭയവും പേടിയും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് ഒരു നിലവിളിയായിട്ട് ഉയരുകയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സ് ശരീരം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിലും ആത്മാവ് പ്രാർത്ഥന നിരതരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥന നിരതരാണ്. അതുകൊണ്ട് ഈ സ്ത്രീ ഉണ്ടായ സംഭവം പിറ്റേ ദിവസം തൊട്ട് ഈ മക്കൾ 2 മക്കളും 3:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കാത്ത മക്കൾ 3:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ സംഭവം, ഈ സ്ത്രീ ഇന്ന് ഇവിടെ വന്നു ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോ പറയാണ്, ഇവിടെ വേദനയുള്ള ഒരു വ്യക്തിയെ അടയാള സഹിതം പറയാണ്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടാൻ പോകുന്നു. ആ ജീവിതത്തിൽ അസാധ്യമായിട്ടുള്ളൊരു കാര്യം, സാധ്യമല്ലാത്തൊരു കാര്യം ദൈവവിധ ഇടപെടാൻ പോകുന്നു, സൗഖ്യം നൽകാൻ പോകുന്നു. ഹല്ലേലൂയ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടയാളം സഹിതം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീയുടെ ഈ വേദന മാറി. ഞാൻ പറഞ്ഞു എഴുന്നേറ്റ് വരാൻ പറഞ്ഞു, സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി എഴുന്നേറ്റ് വരാൻ പറഞ്ഞപ്പോൾ ഈ സ്ത്രീ എഴുന്നേറ്റ് വന്ന് ഇവിടെ വരുമ്പോൾ വീണ്ടും വീണ്ടും അടയാളങ്ങൾ നൽകാം. അപ്പോൾ ഞാൻ വേറെ ആളാണെന്ന് ചോദിച്ച് വീണ്ടും വീണ്ടും അടയാളങ്ങൾ പറയുമ്പോൾ ഈ സ്ത്രീ മിണ്ടുന്നില്ല. പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും പരിശുദ്ധാത്മാവ് പറയാണ്, ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഓരോ അവയവത്തിലുണ്ടായ രോഗങ്ങൾ വെളിപ്പെടുത്തുകയാണ്. രോഗങ്ങൾ വെളിപ്പെടുത്തിയ സമയത്ത് ഈ സ്ത്രീ പറയാണ്, എൻ്റെ ശരീരത്തിലെ രോഗം സമൂലമായിട്ട് മാറി. സമൂലമായിട്ട് മാറി. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുന്നത്, ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് ശാരീരിക അസുഖങ്ങളല്ല, നമ്മുടെ ഏറ്റവും കൂടുതൽ ഭയമാണ്, നമ്മളെ പേടിയാണ്. അല്ലെങ്കിൽ പേടിയാണ് നമുക്ക് ചെറുപ്പത്തിലേ മുതൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റ ഭയങ്ങൾ, ക്ഷതങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ അത് രോഗങ്ങളായിട്ട് മാറും. ഒരു സ്ത്രീ ചെറുപ്പുളശ്ശേരിയിൽ നിന്നും ശുശ്രൂഷയ്ക്കായിട്ട് വന്നു. അവർ സെക്കൻഡ് സാറ്റർഡേ വന്നു. സെക്കൻഡ് സാറ്റർഡേ വന്നപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ ആ സ്ത്രീക്ക് ശുശ്രൂഷയിൽ കൗൺസിലിങ്ങിന് പോകാൻ പറ്റില്ല, സ്പിരിച്വൽ ഷെയറിങ്ങിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പറയുന്ന പ്രകാരമാണ്, സിസ്റ്ററിനെ കണ്ട് കടന്നു വന്നപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ കഷ്ടപ്പെടുന്നൊരു കുടുംബമാണ്. ഈ ഹോട്ടൽ നടത്തി, ഭർത്താവ് ഹോട്ടൽ നടത്തി വല്ലപ്പുഴയോ ആ ഭാഗത്ത് ഹോട്ടൽ, വല്ലപ്പുഴ ചെറുപ്പളശ്ശേരി ഒരു ഹോട്ടൽ നടത്തിയിരുന്നാണ്. ഹോട്ടൽ നടത്തിയിരുന്നത് ലോസായിട്ട് മാറിയിട്ട് ആ ഹോട്ടൽ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഹോട്ടലിൽ പോയി ജോലി ചെയ്യുന്ന മകനാണ്. അതുകൊണ്ട് ഈ സ്ത്രീക്ക് വയർ സംബന്ധമായ രോഗം വന്നു. വയറിങ്ങനെ കമ്പിച്ചിരിക്കുക. കമ്പിച്ചിരിക്കുക. നമ്മൾ ഈ എലി, പാമ്പ് ഇഴയെ വിഴുങ്ങിക്കഴിഞ്ഞാൽ ഇരിക്കുന്ന പോലെ കമ്പിച്ചിരിക്കാം. സ്ത്രീക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പറയുന്നുണ്ട്, എനിക്ക് ആസ്പത്രിയിൽ പോകാൻ പൈസയില്ല, എന്നെ ഓപ്പറേഷൻ ചെയ്താൽ നോക്കാൻ ആളില്ല, ഞാൻ ആകെ ആകെ ഭർത്താവ് മാത്രമേ ഉള്ളൂ, മകളെയാണ് കെട്ടിച്ചു വിട്ടു, മകൾ വരാൻ പറ്റില്ല. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ വേദനയാണെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഈ സ്ത്രീയോട് ഞാൻ ചോദിക്കുക, ചേച്ചിക്ക് ഏതെങ്കിലും ഒരു ഭയപ്പെട്ട അനുഭവം ഉണ്ടോ? ചേച്ചി പറഞ്ഞു, ഇല്ല അച്ഛാ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഭയപ്പെട്ട്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഒരു 7 വർഷങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ 7 വയസ്സായപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ക്ഷതം, ഒരു പേടി, ഒരു ഭയം ചേച്ചിക്ക് ഏറ്റിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഉടൻ തന്നെ പറഞ്ഞു, 7 വയസ്സായിരിക്കുന്ന സമയത്ത് ഈ കൊച്ചങ്ങളേക്ക് നമുക്കറിയാം, ഇപ്പോൾ എന്താ വെക്കേഷന് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ട്. പഴയ കാലത്ത് നീന്തൽ പഠിപ്പിക്കാനില്ലാത്തത് കൊണ്ട് അവരുടെ തൊട്ടടുത്തുള്ളൊരു കുളത്തിലേക്ക് ഈ കൊച്ചങ്ങളെ നീന്തൽ പഠിക്കാൻ കൊണ്ടാണ്, ഒരു കുളത്തിലേക്ക്. ഈ കുളത്തിൽ ചെന്ന് കുട്ടികളെല്ലാം നീന്തൽ പഠിക്കുന്ന സമയത്തുണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ കൊച്ചു വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയ സമയത്ത് അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചി, ഈ കൊച്ചങ്ങളെയൊന്നും കാണുന്നില്ല, കുളിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചി നോക്കുമ്പോൾ ഒരു മുടി ഇങ്ങനെ താണു പോകുന്നത് കണ്ടു. മുടി ഇങ്ങനെ താണു പോകുന്നത് കണ്ടിട്ട് ഈ ചേച്ചി നീന്തി ചെന്നിട്ട് ഈ മുടിക്ക് പിടിച്ച് പൊക്കി കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി കാണുന്നത് ഒരു പെങ്കൊച്ച. 7 വയസ്സ് മാത്രമുള്ള ഒരു പെങ്കൊച്ചിനെയാണ് ഈ മുടിക്ക് പിടിച്ച് ഈ സ്ത്രീ പൊക്കിയെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് വെച്ചു.
അല്ലേലിയ. കരയ്ക്ക് കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ ഈ സ്ത്രീ അതിനെക്കുറിച്ച് പിന്നീട് ഓർക്കുന്നില്ല. അതൊരു ഭയമായി, അതൊരു പേടിയായി, അതൊരു ഉത്കണ്ഠയായി അത് മനസ്സിൽ കിടക്കുകയാണ്. നമുക്ക് ഏൽക്കുന്ന ഒരു ആഘാതം, നമുക്ക് ഏൽക്കുന്ന ഒരു ഭയം, നമുക്ക് ഏൽക്കുന്ന ഒരു ഉത്കണ്ഠ രോഗമായിട്ട് മാറും. അല്ലേലിയ. ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞു, ഈ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉണ്ടായ സംഭവം, ഈ സ്ത്രീയുടെ തലയിൽ കൈവയ്ക്കുന്ന സമയത്ത് ഈ സ്ത്രീ പിറകോട്ടങ്ങ് വീഴുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഭയം ശരീരത്തെ ബാധിച്ചിട്ടുണ്ട്. ചിലയുള്ളവരെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സ്ത്രീ മറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ കസേരയിലിരുത്തി ഞാൻ ചോദിച്ചു, ചേച്ചി ഈ 7 വയസ്സിലുള്ള സംഭവം മാത്രമാണോ പിന്നീട്? അപ്പോൾ ഈ സ്ത്രീ പറയാണ്, പല ആവർത്തി പാമ്പിനെ കണ്ടിട്ടുണ്ട്, പാമ്പ് ഓടിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള മേഖല. സ്നേഹമുള്ളവരെ, ഈ ഓരോ മേഖലകളും ഈ പൗരത്വത്തിൻ്റെ അധികാരവും വചനം വെച്ച് ബന്ധിക്കുന്ന സമയത്തുണ്ടായ സംഭവം ഇതാണ്. ഈ സ്ത്രീയുടെ വയറ് ചുങ്ങിപ്പോയി, സൗഖ്യം പ്രാപിച്ചു. യേശു അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധിക്കും. അല്ലേലിയാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 17-21 പ്രകാരം നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാതെ എങ്ങനെ ജനം കേൾക്കും? ഈ യേശു ക്രിസ്തുവിനെ കൊടുക്കാതെ മറ്റുള്ളവരെങ്ങനെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കും? അല്ലേലിയാം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ വചനം കൊടുക്കാനായിട്ട്, വചനം പറയാനായിട്ട്, വചനം വിശദീകരിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. അതുകൊണ്ട് വീണ്ടും പറയാണ്, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയാം, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക, ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. വീണ്ടും പറയാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ വിശ്വാസത്തോടെ. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഈ ചന്ദ്രനഗറിലുള്ള ചേച്ചി ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. ചേട്ടനും ചേച്ചിയും കഴിഞ്ഞ ദിവസം സിസോട്ടിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ വന്ന പ്രകാരമാണ് ദുബായിലുള്ള പെൺകുട്ടി മകൻ്റെ ഭാര്യ പ്രസവിക്കാനുള്ള ഡേറ്റായി, പക്ഷേ ഫ്ലൂയിഡ് ഇല്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, പ്രസവിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ ഏതെങ്കിലും വിധത്തിൽ ഇത് ബാധിക്കും. ഈ ഫ്ലൂയിഡ് ഇല്ലാത്തതുകൊണ്ട് കൊച്ചിനെ ഏതെങ്കിലും വിധത്തിൽ ഇത് രോഗമോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈ ഡെലിവറിയുടെ സമയത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. അല്ലേലിയാം. ഒന്ന് ചെയ്യാനില്ലാത്തത് കൊണ്ട് അവരോട് പറഞ്ഞു പ്രാർത്ഥിക്കണം. അവർ മകൻ വിളിച്ച് വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാർ ചെയ്തൊരു കാര്യമാണ്, അവർ പ്രാർത്ഥിക്കാൻ വന്ന് ഈ ചേച്ചിയും ചേട്ടനും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ ബുധനാഴ്ച പങ്കെടുത്തു. അതിനുശേഷം ചേച്ചി ചൊവ്വാഴ്ച വീണ്ടും പങ്കെടുക്കുന്ന സമയത്ത് കർത്താവ് നമുക്ക് നൽകുന്നൊരു പ്രേരണ ഇതാണ്. ഞാൻ അവരോട് പറയാണ്, നിങ്ങൾ ഈ മകളെ കർത്താവിന് വിട്ടുകൊടുത്തിട്ടില്ല. അല്ലേലിയാം. മനുഷ്യരായ നമുക്കൊരു കാര്യമുണ്ട്, അവസാനം മരിക്കുന്നത് വരെ മേമ്പൂട്ടിൻ്റെ താക്കോല് നമ്മുടെ കയ്യിലായിരിക്കും, അപ്പൻ്റെ കയ്യിലായിരിക്കും. അപ്പം പൂട്ട് വിട്ടുകൊടുക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, മരണം കിട്ടുമെന്ന് ഉറപ്പാണ്. അല്ലേലിയാ. പൂട്ട് വിട്ടുകൊടുക്കണമെങ്കിൽ ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഭാര്യയുടെ കയ്യിൽ മേമ്പൂട്ടിൻ്റെ താക്കോല് കൊടുക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ മരണം ഉറപ്പാകണം. എങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ താക്കോല് കിട്ടില്ല. അല്ലേലിയാ. ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ വിട്ടുകൊടുത്തു വെച്ചാൽ. ഞാൻ പറഞ്ഞു, വീണ്ടും പറഞ്ഞു, ഇല്ല ചേച്ചി കൊടുത്തിട്ടില്ല. ചേച്ചി എപ്പോൾ പൂർണ്ണമായിട്ട് ഈ മകളെ വിട്ടുകൊടുക്കുന്നു, ആ സമയം കർത്താവ് ഏറ്റെടുക്കും. ആ പ്രസവത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. ഈ സ്ത്രീയോട് നമ്മൾ അടയാള സഹിതം പറയാണ്, ഇന്ന അടയാളങ്ങളുണ്ട്, അതുകൊണ്ട് സമർപ്പിച്ചിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് വീണ്ടും സമർപ്പിക്കുക. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞാനിതാ മകളെ പൂർണ്ണമായിട്ട് വിട്ടുവരുന്നു എന്ന് പറഞ്ഞത് മാത്രമല്ല, ഈ ജൂൺ മാസം 9-ാം തീയതി 6-ാം തീയതി കൊണ്ട് പ്രസവിക്കേണ്ടതാണ്. പിറ്റേ ദിവസം മകള് നോർമൽ പ്രസവത്തിലൂടെ ഒരു ആൺകൊച്ചിന് ജന്മം നൽകി. നമ്മൾ പറഞ്ഞു, ഇന്ന ഒരു ആൺകൊച്ചാണ് കർത്താവ് നൽകുന്നത്, ഇന്ന അടയാളങ്ങളാണ് നൽകുന്നത്. നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഫ്ലൂയിഡ് സംബന്ധമായ പ്രശ്നം ഒന്നുമില്ലാതെ നിങ്ങൾക്കൊരു മകനെ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ നൽകിയായിരിക്കും. അവരെല്ലാ ശുശ്രൂഷയിലും പങ്കെടുക്കുന്നവരാണ്, അവർ ദശാംശം കൊടുത്ത് സഹായിക്കുന്നവരാണ് വർഷങ്ങളായിട്ട്. അല്ലേലിയാം.
ഹല്ലേലൂയ. ഈ ചന്ദ്രനഗറിലുള്ള ഒരു കുടുംബമാണ്. അവർ വർഷങ്ങളായിട്ട് ശുശ്രൂഷയെ സഹായിക്കുന്നവരാണ്. മകളെ കെട്ടിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു, മകളെ കെട്ടിച്ചു, മകൻ്റെ വിവാഹത്തിന് മുമ്പ് പ്രാർത്ഥിച്ചു, അങ്ങനെ കൊച്ചിന് വേണ്ടി വന്ന് പ്രാർത്ഥിക്കും. ഓരോ കാര്യത്തിനും വേണ്ടി അവർ പ്രാർത്ഥിക്കും. അതല്ലാതെയും ശുശ്രൂഷ പങ്കെടുക്കും. അവർ വന്ന് സാക്ഷ്യം പറയും. ഇന്നലെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഫ്ലൂയിഡ് സംബന്ധമായ രോഗം എൻ്റെ മരുമകൾക്കുണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് കൊച്ചിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. പക്ഷെ അച്ഛനൊറ്റ കാര്യം പറഞ്ഞു, സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് നോർമൽ ഡെലിവറി നൽകി കർത്താവ് ഒരു മകനെ നൽകി. അല്ലേ? അത് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം, സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അല്ലേലിയ. അതുകൊണ്ട് ദൈവവചനം കേൾക്കുന്നവരിലും ദൈവവചനം കൊടുക്കുന്നവരിലും ദൈവമാണ്. ഏറ്റവും കൂടുതൽ ദൈവം ഇടപെടുന്ന കൊടുക്കുന്നവർക്കാണ് 100 ഇരട്ടി ലഭിക്കുന്നത്. അല്ല, ഈ കാലത്ത് തന്നെ അനേകം മടങ്ങ് അവന് ലഭിക്കാതിരിക്കില്ല. അല്ലേലിയ. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ദൈവത്തിന്റെ വചനം കൊടുക്കുമ്പോഴാണ് ദൈവം സ്ഥിരീകരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിൽ ഇപ്രകാരം പറയാം, 13:30 പറയാണ്, എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് അവനോടൊപ്പം ഗലീലിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്നവർക്ക് അവൻ പല ദിവസങ്ങളിലും പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ജെറുസലേമിൽ നിന്ന് വന്ന പലർക്കും അവൻ പ്രത്യക്ഷനായി. എന്തിനാ പ്രത്യക്ഷനായത്? പ്രത്യക്ഷനായ യേശുവിനെ പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 1:7 നമ്മൾ കാണുന്നുണ്ട്. അവൻ 40 ദിവസങ്ങൾ മരിച്ചതിന് ശേഷം, ഉദ്ധാനം ചെയ്തതിന് ശേഷം 40 ദിവസങ്ങൾ അവൻ അവരോട് കൂടിയായിരുന്നു. അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരവരെ പഠിപ്പിച്ചു. അത്ഭുതങ്ങളും അടയാളം രോഗശാന്തികളിലൂടെ അവർ വചനം സ്ഥിരീകരിച്ചു. ഹല്ലേലൂയ. ഇവിടെ പറയാം 13:46 പ്രകാരം പറയാണ്. എന്തിനാണെന്ന് വെച്ചാൽ 46 പറയാണ്, പൗലോസും ബർന്നബാസും ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു, ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അത് തള്ളിക്കളയുന്നത് കൊണ്ടും നിത്യജീവൻ നിങ്ങളെ തന്നെ അയോഗ്യരാക്കി. ദൈവവചനത്തെ തിരസ്കരിക്കരുത്, ദൈവവചനത്തെ ഉപേക്ഷിക്കരുത്, ദൈവവചനത്തെ തള്ളിപ്പറയരുത്, ദൈവത്തിന് വചനത്തെ മാറ്റിവെക്കരുത്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ഏതൊരു രോഗാവസ്ഥയിലും ഏതൊരു ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലും ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് മറ്റുള്ള സഹായം നേടുന്നതിന് മുമ്പ് ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. പ്രഥമവും പ്രധാനമായ കാര്യം അവൻ ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ള. എഴുന്നേറ്റ് നിൽക്കുക. ഈശോയുടെ കരങ്ങൾ ഉയർത്താം, ഈശോയുടെ മനസ്സ് ഉയർത്താം. അമ്മയുടെ ഉദരത്തിൽ ജനിച്ച രൂപപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ നമുക്കേറ്റ ക്ഷതങ്ങൾ, നമുക്കേറ്റ ഹാനികരമായ വേദനകൾ, ബുദ്ധിമുട്ടുകൾ, നമ്മളെ കുറ്റപ്പെടുത്തുന്ന അസ്വസ്ഥതകൾ, മറ്റുള്ള വേദനിപ്പിക്കുന്ന അവസ്ഥകൾ, മറ്റുള്ള പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിത പങ്കാളി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കന്മാർ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ ഭയങ്ങൾ, വെള്ളത്തിൽ വീണോ, തീയിൽ വീണോ, ആക്സിഡന്റിലൂടെയോ അല്ലെങ്കിൽ റോഡ് അപകടങ്ങളോ മരത്തിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാരീരിക സൗഖ്യങ്ങളെക്കാളും കൂടുതൽ ആത്മീയ തലങ്ങളിൽ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കാം. ആത്മീയ തലങ്ങളിൽ സൗഖ്യത്തിന് പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ശരീരങ്ങളെ ഈ നിമിഷം ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യകാലം മുതൽ, ഞങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കന്മാരുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന സമയം മുതൽ ഇന്ന് വരെ ഞങ്ങൾക്കേറ്റ ക്ഷതങ്ങൾ, ഞങ്ങൾക്കേറ്റ രോഗങ്ങൾ, ഞങ്ങൾക്കേറ്റ ഭയങ്ങൾ, ഞങ്ങൾക്കേറ്റ ആകുലതകൾ, ഞങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും വിധത്തിലെ രോഗങ്ങളായിട്ട് കടന്നു വരുന്നുണ്ടെങ്കിൽ ആ രോഗങ്ങൾ ഈ നിമിഷം ഈ വിശുദ്ധ കുർബാന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവേ, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയൊരു പ്രകാശരശ്മി ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക്, ഞങ്ങളുടെ മനസ്സിലേക്ക്, ഞങ്ങളുടെ ആത്മാവിലേക്ക് അങ്ങ് അയക്കണമേ കർത്താവേ. ആ ഭയങ്ങൾ, ആ പേടികൾ, ആ രോഗങ്ങൾ, ഏതെങ്കിലും ശാരീരിക രോഗം, ക്യാൻസർ, ട്യൂമർ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ലിവർ സിറോസിസ് രോഗങ്ങൾ, മന്ദരോഗങ്ങൾ, കുഷ്ഠരോഗങ്ങൾ, ഏതെങ്കിലും വിധത്തിൽ രോഗങ്ങളായിട്ട് ഞങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഓട്ടിസം, അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റികൾ, ഏതെങ്കിലും വിധത്തിലുള്ള തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾ, ശരീരത്തിലെ ബ്ലഡ് സംബന്ധമായ രോഗങ്ങൾ, ബ്ലഡിലെ രോഗാണുക്കൾ, കാഴ്ചശക്തി കുറയുന്ന രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ സംബന്ധമായ രോഗങ്ങൾ, അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുവിടെ കണ്ണിന്റെ കാഴ്ച മങ്ങുന്ന രോഗങ്ങൾ, ചെവിയുടെ കേൾവി ശക്തിയെ തടസ്സം വരുത്തുന്ന രോഗങ്ങൾ, സംസാരിക്കാനുള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള തടസ്സങ്ങൾ, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുവിടെ
മത്തായി 18:19 വെച്ച് ബന്ധിക്കുന്ന, മത്തായി 16:14-19 വെച്ച് ബന്ധിക്കുന്ന, മത്തായി 28:18-20 വെച്ച് ബന്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ലോകമെങ്ങും പോയി സകല ശിക്ഷയോടെ സുവിശേഷം പ്രസംഗിക്കും. ശുശ്രൂഷിക്കപ്പെടും, ശുശ്രൂഷിക്കാത്തവരെ ശിക്ഷിക്കപ്പെടും, ശുശ്രൂഷിക്കുന്നവരെ അടയാളം. അവർ എന്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, അവർ പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമേ തൊടിച്ചാലും ഉപദ്രവിക്കില്ല. നിങ്ങൾ രോഗിയുടെ മേൽ കൈവയ്ക്കും. സുഖന്മാർക്ക് മർക്കോസ് 16:14-19 വെച്ച് പൗരോഹിത്യ അദ്ദേഹത്തിൽ സഭാപിതാക്കന്മാരുടെ അപ്പസ്തോലന്മാരുടെ ഗുണമേൽ അന്ധകാര ശക്തികളെ, പൈശാചിക ആധിപത്യങ്ങളെ, ഭയത്തിന്റെ ആത്മാവെ, പേടിയുടെ ആത്മാവെ, ഉത്കണ്ഠയുടെ ആത്മാവെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബന്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും മക്കളിൽ നിന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ